സർ ഔട്ട് ദർ എനിക്ക് ഈ കമ്പനിയിൽ വരുമ്പം ആ പേരാണ് ആദ്യം ക്യാച്ച് ചെയ്തത്. സോ അതിൻ്റെ ആ ഒരു നെയിമിൻ്റെ ബിഹൈൻഡ് എന്താ സാറിൻ്റെ ആ ഒരു ഹിസ്റ്ററി? ഈ ഔട്ട് ദെയർ എന്നുള്ള പേരിൻ്റെ അർത്ഥം ഞാൻ ഇട്ടിട്ടുള്ളത്, അന്ന് പേരിടുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് വൺസ് അപ്പോൺ എ ടൈം ദെയർ എന്നാണ്. ഓക്കെ, അതാണ് ഈ ഔട്ട്, വൺസ് അപ്പോൺ എ ടൈം ദെയർ. ഈ വൺസ് അപ്പോൺ എ ടൈം ദെയർ എന്ന് പറഞ്ഞാണ് ലോകത്തെ എല്ലാ സ്റ്റോറികളും തുടങ്ങുക, എല്ലാ ഫെയറി ടൈലുകളും തുടങ്ങുക. പണ്ട് ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥയുടെ തുടക്കം എന്ന അടിസ്ഥാനത്തിലാണ് വൺസ് അപ്പോൺ എ ടൈം ദെയർ എന്നതിനെ ഷോർട്ടാക്കിയിട്ട് ഔട്ട് ദെയർ എന്ന പേരിടുന്നത്. ഈ ഔട്ട് ദെയർ എന്ന പേരിട്ടിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വന്നൊരു ക്യാമ്പയിനാണ്. അന്ന് വൺസ് അപ്പോൺ എ ടൈം ജവഹർലാൽ നെഹ്റു ഫോർട്ട് ഫോർ ഇന്ത്യ, ഗാന്ധി വാസ് ഔട്ട് ദെയർ, അങ്ങനെ പറഞ്ഞൊരു ക്യാമ്പയിൻ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഗാന്ധി വാസ് ഔട്ട് ദെയർ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ജവഹർലാൽ നെഹ്റു വാസ് ഔട്ട് ദെയർ ഫോർ, അങ്ങനെയാണ് നമ്മൾ ഔട്ട് ദെയറിൻ്റെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് മലബാർ ഗോൾഡിൻ്റെ ക്യാമ്പയിനുകളിലേക്കും മറ്റും മൂവ് ചെയ്തു, കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഏജൻസി ആയിട്ട് വളർന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഈ ഔട്ട് ദെയറിൻ്റെ പേര് ഒരിക്കൽ പോലും ആരും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞാനും തന്നെ പബ്ലിക്കലി പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതാണ് ഈ പേര് എന്നുള്ളത്. അതിലേ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ്.